അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളായിരിക്കും. നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം 2 വേക്കൻസിയാണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ നമുക്കൊരു വേക്കൻസി അപ്ഡേറ്റ് കേരള PSC സൈറ്റിൽ തന്നെ വരുത്തിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ലിസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഈ 2 വേക്കൻസി തന്നെയാണോ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന് ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അത് വലിയ ഹോപ്പ് വെക്കേണ്ട, അധികം അഡ്വൈസസ് പോകത്തില്ല എന്ന് വിചാരിച്ച ഈ ഒരു വേക്കൻസി ഉള്ള പോസ്റ്റിലേക്ക് നമുക്ക് എന്തെങ്കിലും പുതിയ ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് 2023 നിലവിൽ വന്ന് നമ്മുടെ ലിസ്റ്റിനെ കുറിച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ലിസ്റ്റ് ആയിരുന്നു നമ്മുടെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പുറപ്പെടുവിച്ചത്. അതായത് 20 താഴെ ആൾക്കാരുള്ള ഒരു ലിസ്റ്റ് ആയിരുന്നു, 19 പേര് ഉള്ള ഒരു ലിസ്റ്റ് ആയിരുന്നു ഉള്ളത് മെയിൻ ലിസ്റ്റിൽ. ആൻഡ് ഈ ആൾക്കാർക്കൊക്കെ തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഡ്വൈസ് പോയവര് ഹൗസിംഗ് ബോർഡിൽ ഒപ്പം തന്നെ നമുക്ക് ഇത് കുറച്ച് കമ്പൈൻഡ് എക്സാംസ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പോൾ അതിലേക്ക് പോവുകയും അത് പ്രകാരം നമുക്ക് കുറച്ച് നോൺ ജോയിനിങ് ഡ്യൂട്ടി അഥവാ NJDs റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2025 കാറ്റഗറി കോഡ് എന്ന് പറഞ്ഞാൽ 097/2025 ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലാണ്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ആണ്. സ്കെയിൽ ഓഫ് പേ ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. 51,400 മുതൽ 1,10,300 ആണ് നമ്മുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നിലവിൽ വന്ന ഗസറ്റ് ഡേറ്റ് വന്നത് 17/6/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 16/7/2020. ഈ മാസം 16-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്. അധികം വേക്കൻസീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചിരുന്നത് ഇതെന്താണ്, ഇത് നമുക്ക് അധികം വേണ്ടി വരത്തില്ല, അതായത് നമുക്ക് പറഞ്ഞ അധികം പ്രിപ്പറേഷൻ ഒന്നും വേണ്ടി വരത്തില്ല, 2 വേക്കൻസി അല്ലേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1 വേക്കൻസി ആയാലും 2 വേക്കൻസി ആയാലും നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവില്ല. ഈ വേക്കൻസീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വേക്കൻസി അപ്ഡേറ്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ 15/1/2025 2 വേക്കൻസീസ് ആയിരുന്നു നമുക്ക് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നത്. അതും നോൺ ജോയിനിങ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ കഴിഞ്ഞ ലിസ്റ്റ് എക്സോസ്റ്റ് ആയി പോയത് എല്ലാ ആൾക്കാർക്കും അഡ്വൈസ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ 2 വേക്കൻസിയും കേരള PSCയിൽ ഡയറക്ട്ലി റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഈ 2 വേക്കൻസിക്കാണ് കേരള PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. പക്ഷെ നമുക്ക് മാർച്ച് മാസത്തിൽ ഈ ഒരു വേക്കൻസീസ് വീണ്ടും ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. 23 നോൺ ജോയിനിങ് ഡ്യൂട്ടി വേക്കൻസീസ് ആണ് നമുക്ക് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ളത്. ഈ 23 വേക്കൻസീസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി ലിസ്റ്റിലെ ആൾക്കാർ ഇനി നിയമനം നടത്താൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 23 വേക്കൻസീസും പുതിയ വരാൻ പോകുന്നില്ല, നമ്മൾ പരീക്ഷ എഴുതി ഇനി നമ്മൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന ലിസ്റ്റിൽ നിന്ന് ആയിരിക്കും എടുക്കുന്നത് എന്ന് വേണം വിചാരിക്കാനായിട്ട്. അപ്പൊ 2 വേക്കൻസി എന്ന് കരുതി നമ്മൾ കളയരുത്. 2 വേക്കൻസി ആയാൽ പോലും ഒരു പരീക്ഷയും തള്ളിക്കളയാൻ പാടില്ല. എന്നിരുന്നാൽ കൂടി കുറച്ചുകൂടെ ഹോപ്പ് കിട്ടുന്ന ഒരു കാര്യമാണ് 23 വേക്കൻസീസ് ഉണ്ടെന്നുള്ളത്. ഈ 23 വേക്കൻസീസ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന് വരുമ്പോൾ നമുക്ക് അവിടെ തന്നെ LSDDAയുടെ ലിസ്റ്റും വരാം, അതിനോടൊപ്പം തന്നെ PWDAയുടെ പരീക്ഷയും ലിസ്റ്റും വരാം. അപ്പൊ ഇതിലെല്ലാം കോമൺ ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 23 വേക്കൻസി എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് 50-ഓ 50-ൽ കൂടുതലോ ആൾക്കാർക്ക് ജോലി കിട്ടാം എന്നുള്ള ഒരു സാധ്യതയും കൂടി ഇവിടെ തുറന്നു കാണുന്നുണ്ട്. ബിക്കോസ് ഈ 23 ആൾക്കാർക്ക് വേറെ ജോലി കിട്ടി പോവാണെങ്കിൽ അതുപോലെ വീണ്ടും 23 പേര് ബാക്കിയുള്ള ആ ലിസ്റ്റിന്റെ താഴെ കിടക്കുന്നു. അപ്പൊ 46 ആയി. അങ്ങനെ ഒരു 50 പേർക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റായി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് മാറിയിരിക്കുകയാണ്. സോ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് തന്നെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് മാത്രമല്ല നമുക്ക് PWD നോട്ടിഫിക്കേഷൻ PSC പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അവസരമായി കണ്ട് ഈ വരുന്ന എക്സാംസിനെല്ലാം തന്നെ ഇന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങിക്കോളൂ. അപ്പൊ വേക്കൻസീസ് മറക്കണ്ട. 2ന്റെ അടുത്ത് നമുക്ക് അതിന്റെ 23 ആണ് നമുക്ക് ഇപ്പോൾ ഒരു വേക്കൻസി ആയിട്ട് അപ്ഡേറ്റ് കിടക്കിയിരിക്കുന്നത്. നമ്മുടെ PSCയുടെ സൈറ്റിൽ തന്നെ ഇത് അപ്ഡേറ്റഡ് ആണ്. നമ്മളത് മനസ്സിലാക്കേണ്ടത് 23 വേക്കൻസീസോളം നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വൈസസ് പോകുന്നത് 23-ൽ കൂടുതൽ നമുക്ക് 50 അടുപ്പിച്ച് അഡ്വൈസ് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. മാറിയ പരീക്ഷാ രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് സിലബസിന് ഒരു മാറ്റവും 2020-ന് ശേഷം വന്നിട്ടില്ലെങ്കിൽ പോലും പരീക്ഷാ രീതിയിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പരീക്ഷയെ നേരിടാൻ ഇന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങിക്കോളൂ. നമ്മുടെ എൻട്രിയിൽ ഈ മാറിയ പരീക്ഷാ രീതിയിലുള്ള ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തായിരിക്കും ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. സോ നമ്മുടെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡും PWD ഏത് കോഴ്സിനാണെങ്കിലും നമ്മുടെ എൻട്രിയിൽ കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു.